ഗൾഫ് ഫോക്കസിൽ വിശദമായ വാർത്തകൾ നോക്കാം. റിയാദിൽ സൗദി പൗരനെ കൊന്ന് ഭൂഗർഭ ജലസംഭരണിയിൽ ഒളിപ്പിച്ച കേസിൽ മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി. പാലക്കാട് സ്വദേശി ചേറുമ്പ അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാന്റെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. 2021 ജൂലൈ മാസം നടന്ന കൊലപാതക കേസിലാണ് പാലക്കാട് സ്വദേശി ചേറുമ്പ അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാൻ എന്ന 63-കാരനെ വ്യാഴാഴ്ച റിയാദിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. റിയാദിലെ റൗദയിൽ ഇയാൾ ജോലി ചെയ്തിരുന്ന വീടിൻ്റെ ഉടമയായ യൂസുഫ് ബിൻ അബ്ദുൽ അസീസ് എന്ന സൗദി പൗരനാണ് കൊല്ലപ്പെട്ടത്. വീട്ടുടമയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിലെ ഭൂഗർഭ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തപ്പെട്ടത്. കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയും മക്കളും വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് കൃത്യം നടത്തിയത്. ഭാര്യയും മക്കളും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഇവർ ഗൃഹനാഥനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടുകാർ ഡ്രൈവറോട് വിവരം അന്വേഷിച്ചെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു അബ്ദുൽ ഖാദറിൻ്റെ മറുപടി. ഇതേ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നതും സംഭവത്തിൻ്റെ ചുരുളഴിയുന്നതും. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ അബ്ദുൽ ഖാദറിനെ കൂടുതൽ ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇരുവർക്കും ഇടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് വീട്ടുടമയെ താൻ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിലെ ഭൂഗർഭ ജലസംഭരണിയിൽ തള്ളുകയായിരുന്നുവെന്ന് പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. 8 വർഷമായി ഈ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു വധശിക്ഷയ്ക്ക് വിധേയനായ അബ്ദുൽ ഖാദർ. 10 വർഷം മുമ്പാണ് ഇയാൾ അവസാനമായി നാട്ടിൽ പോയത് എന്നാണ് വിവരം. സൗദിയിൽ കൊലപാതക കേസുകളിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് അബ്ദുൽ ഖാദർ. കോഴിക്കോട് കൊളുവടി സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സ്വദേശി നൈസം സാദിഖിൻ്റെ വധശിക്ഷ കഴിഞ്ഞ മാസമാണ് നടപ്പിലാക്കിയത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. സൗദിയിലെ അൽക്കോബാറിൽ മലയാളി ദമ്പതികളെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം തൃക്കരുവ സ്വദേശികളായ അനൂപ് മോഹൻ, ഭാര്യ വസന്തകുമാരി രമ്യമോൾ എന്നിവരാണ് മരിച്ചത്. സൗദിയിലെ അൽക്കോബാർ തുക്ബയിലെ താമസ സ്ഥലത്താണ് അനൂപ് മോഹൻ, ഭാര്യ വസന്തകുമാരി രമ്യമോൾ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ 5 വയസ്സുകാരി മകൾ ആരാധ്യയുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ എത്തിയത്. തുടർന്ന് പോലീസിനെ അറിയിച്ചു. രമ്യ കട്ടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു. അനൂപിനെ മറ്റൊരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അനൂപിന്റേത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. രമ്യയുടേത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. മൃതദേഹങ്ങൾ ദമാം മെഡിക്കൽ കോംപ്ലക്സ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുട്ടി മറ്റൊരു കുടുംബത്തിന്റെ സംരക്ഷണയിലാണ്. കുട്ടിയെ നാട്ടിലെത്തിക്കാൻ നടപടികൾ തുടങ്ങി. സനയിയിൽ വർക്ക്ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു അനൂപ്. മകളോടൊപ്പം സന്ദർശക വിസയിലെത്തിയതാണ് വസന്തകുമാരി രമ്യമോൾ. 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിൽ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസി മലയാളി ജിൻസൺ ആന്റോ ചാൾസിന് ജയം. സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്ന് 52% വോട്ടുകൾക്കാണ് ലിബറൽ പാർട്ടിയുടെ ബാനറിൽ ജിൻസൺ വിജയിച്ചത്. സാൻഡേഴ്സൺ മണ്ഡലത്തിലെ നിലവിലെ MLAയും മന്ത്രിയുമായ കേറ്റ് വാർഡനെയാണ് ഓസ്ട്രേലിയൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ജിൻസൺ ചരിത്രം കുറിച്ച് തോൽപ്പിച്ചത്. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ മകനാണ് ജിൻസൺ ആന്റോ ചാൾസ്. 2011 നഴ്സായി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ജിൻസൺ നിലവിൽ ഡാർവിനിൽ ടോപ്പ് ആൻഡ് മെന്റൽ ഹെൽത്തിൽ ഡയറക്ടറാണ്. ഹമദ് തുറമുഖം വഴി ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച 17 കിലോ കഞ്ചാവ് കസ്റ്റംസ് പിടികൂടി. ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും അടങ്ങിയ പാഴ്സലുകൾക്കുള്ളിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. എക്സ്റേ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അബുദാബി ഇന്ത്യൻ എംബസി. ആവശ്യമായ യാത്രാരേഖകൾ ലഭിക്കാൻ അൽ ഐനിലെയും BLS കേന്ദ്രങ്ങളെ സമീപിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ 1 മുതലാണ് പൊതുമാപ്പ് നിലവിൽ വരിക. പൊതുമാപ്പ് ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രത്യേക സൗകര്യങ്ങളാണ് ഇന്ത്യൻ എംബസി ഒരുക്കുന്നത്. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും മുസഫയിലെ അൽ റീമിലെയും അലൈനിലെയും BLS കേന്ദ്രങ്ങളെ സമീപിക്കാമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ആവശ്യമായ യാത്രാരേഖകൾ ലഭിക്കാൻ ഉദ്യോഗസ്ഥർ സഹായത്തിനെത്തുമെന്ന് എംബസി വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകും. അബുദാബി ഇന്ത്യൻ എംബസിയിലെ കോൺസുലർ ഓഫീസിൽ വൈകിട്ട് 4-നും 6-നും ഇടയ്ക്ക് എത്തിയാൽ അപേക്ഷ സമർപ്പിച്ച് 24 മണിക്കൂറിനകം സർട്ടിഫിക്കറ്റ് ലഭിക്കും. UAE താമസം നിയമാനുസൃതമാക്കി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക്
ഉദ്യോഗസ്ഥർക്ക് ഷോർട്ട് വാലിഡിറ്റി പാസ്പോർട്ടിന് അൽഡ്രീമിലെയും അലൈനിലെയും BLS കേന്ദ്രങ്ങളെ സമീപിക്കാമെന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം 05089955583 എന്ന എമർജൻസി നമ്പറും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ ഈ നമ്പറിൽ സേവനം ലഭ്യമാകും. സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്കാണ് UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 ദുബായ്. കുവൈറ്റിൽ മലയാളി നഴ്സ് അന്തരിച്ചു. പത്തനംതിട്ട റാന്നി സ്വദേശി ബ്ലസ്സി സാലുവാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. കാൽവറി ഫെലോഷിപ്പ് ചർച്ച് കുവൈറ്റ് സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ സാലു യോഹന്നാനാണ് ഭർത്താവ്. പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിന്റെ നവീകരണം നടക്കുന്നതിനാൽ പാസ്പോർട്ട് സേവനം തിങ്കളാഴ്ച വരെ തടസ്സപ്പെടുമെന്ന് യുഎഇയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട്, താൽക്കാലിക പാസ്പോർട്ട്, PCC ഉൾപ്പെടെ സേവനങ്ങൾ ലഭ്യമാകില്ല. തിങ്കളാഴ്ച രാവിലെ മുതൽ പതിവ് പോലെ സേവനങ്ങൾ ലഭ്യമാകും. അതേസമയം എംബസിയിലെ കോൺസുലാർ വിസ സേവനങ്ങൾ പതിവ് പോലെ തന്നെ തുടരും. അബുദാബിയിൽ നിന്ന് കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കരുംകുളം സ്വദേശി ഡിക്സൺ സെബാസ്റ്റ്യനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഷെയ്ഖ് സായിദ് റോഡിലെ സാബിൽ റോഡിനടുത്ത് പാലത്തിൽ നിന്ന് ചാടി മരിച്ചതാകാം എന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഡിസംബറിൽ അബുദാബിയിലെ ഒരു മൊബൈൽ കടയിലേക്ക് ടെക്നീഷ്യനായി ജോലി ലഭിച്ചെത്തുകയായിരുന്നു ഡിക്സൺ. ദുബായ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. മറ്റു വാർത്തകൾ നോക്കാം. അറസ്റ്റും രാജിയും ഉടനില്ല. യുവനടിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മുകേഷ് MLAക്ക് താൽക്കാലിക ആശ്വാസം. മുകേഷിന്റെ അറസ്റ്റ് 5 ദിവസത്തേക്ക് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. MLAയുടെ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജനപ്രതിനിധി എന്ന പരിഗണന നൽകിയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. പരാതിക്കാരിക്ക് ദുരുദ്ദേശമെന്ന വാദമാണ് MLA കോടതിയിൽ ഉയർത്തിയത്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മുകേഷിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതോടെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു. CPI നേതാക്കൾ ഉൾപ്പെടെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദമുയർത്തി. രാജി വേണ്ട എന്നായിരുന്നു പിന്നാലെ ചേർന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റിലെ ധാരണ. രാഷ്ട്രീയ സമ്മർദ്ദമേറുന്നതിനിടെ എറണാകുളം സെഷൻസ് കോടതിയെ മുകേഷ് സമീപിക്കുകയായിരുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഹർജിയിൽ മുകേഷ്. ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയെന്നും കോടതിയെ മുകേഷ് അറിയിച്ചു. ജനപ്രതിനിധിയാണെന്ന പരിഗണന നൽകി കോടതി അറസ്റ്റ് അടുത്ത മാസം 3 വരെ തടയുകയായിരുന്നു. എൻ്റെ കക്ഷി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം അതിന് ഉപോദ്ബലകമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസ് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളൊക്കെ കോടതി ഇനിയും പരിശോധിച്ച് വിലയിരുത്തി തീരുമാനത്തിലെത്തേണ്ടതാണ്. പ്രതിരോധത്തിലായിരുന്ന CPIMനും കോടതി വിധി ആശ്വാസമായി. മുകേഷ് രാജിവെക്കേണ്ടെന്ന ധാരണ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ CPIM ഉറപ്പിക്കും. എന്നാൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പ്രത്യേക അന്വേഷണ സംഘമെടുത്ത കേസിൽ എത്ര നാൾ ഈ ആശ്വാസം തുടരുമെന്നത് വലിയ ചോദ്യം. 24 തിരുവനന്തപുരം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. മുകേഷ് ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കണമെന്നാണ് CPI നിലപാടെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു. ബിനോയ് വിശ്വം നിലപാട് അറിയിച്ചത് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരമാണ്. മുകേഷ് MLA, നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരായ ബലാത്സംഗ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങൾ. മുകേഷിന്റെ കേസ് അന്വേഷിക്കുക. ചേർത്തല DYSP ബെന്നി KB, SP G പൂങ്കുഴലി സംഘത്തിന് നേതൃത്വം നൽകും. സിദ്ദിഖിനെതിരായ കേസ് SP-യുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ പരാതിക്കാരിയായ പശ്ചിമബംഗാൾ നടിയുടെ മൊഴി പോലീസ് ഓൺലൈനായി രേഖപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പരാതിക്കാരി പോലീസിന് മുന്നിൽ ആവർത്തിച്ചു. വെളിപ്പെടുത്തലിന് ശേഷം താൻ കടുത്ത സമ്മർദ്ദത്തിൽ ആണെന്നും നടി പറഞ്ഞു. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം പശ്ചിമബംഗാളിലേക്ക് പോകും. വാർത്തകൾ തുടരുന്നു. MLA സ്ഥാനത്ത് നിന്നുള്ള മുകേഷിന്റെ രാജി UDF നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിയെന്ന വിമർശനം ഉയർന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും KPCC അധ്യക്ഷൻ പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എൽദോസ് കുന്നപ്പള്ളി, വിൻസെന്റ് എന്നീ MLA-മാരുടെ മുൻ അനുഭവങ്ങളാണ് മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി.
CPI ആവശ്യപ്പെട്ടിട്ട് പോലും CPIM മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല. അപ്പോൾ CPM ആണ് എടുക്കേണ്ട തീരുമാനം. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPMന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. 2016 M. വിൻസെന്റിനെതിരെയുണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിനു ശേഷമെന്ന വാക്കിലൂടെ മറച്ചുവെച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതിനിടെ യൂത്ത് കോൺഗ്രസും UDFന്റെ ഘടകകക്ഷിയായ RSPയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ്. 24 തിരുവനന്തപുരം. M. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. MLAയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും മാർച്ച് ചെയ്തു. യുവമോർച്ചയുടെ ക്ലിഫ് ഹൌസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. കൊല്ലത്തും പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. ലൈംഗികാതിക്രമ പരാതിയിൽ M. മുകേഷ് MLAക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയത്. മുകേഷിന്റെ തിരുവനന്തപുരത്തെ വസതിയായ മാധവത്തിനു മുന്നിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ഇടപെട്ടു. ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് മുകേഷിനെ പ്രതീകാത്മകമായി പരസ്യവിചാരണ ചെയ്താണ് യുവമോർച്ച പ്രതിഷേധിച്ചത്. ചിന്നക്കടയിൽ കയ്യിൽ കോഴിയുമായി യുവമോർച്ചയുടെ പ്രതിഷേധം. അതേസമയം സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതിൽ വിചിത്ര ന്യായവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. സിനിമാ നയം രൂപീകരിച്ച് അന്തിമമായി അതിന് അനുവാദം കൊടുക്കേണ്ടത് ക്യാബിനറ്റാണ്. ആ നക്കൽ തയ്യാറാക്കാനായിട്ട് 11 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരാൾ ശ്രീ മുകേഷാണ്. അത്രയുള്ള പ്രശ്നം. നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രമല്ല, നിയമസഭയിൽ നിന്ന് തന്നെ മുകേഷ് മാറി നിൽക്കണമെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. നാളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ വാദം പൊളിയുന്നു. സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പശ്ചിമബംഗാൾ നടിയുടെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ കേസുണ്ട്. 2016 മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ മാതാപിതാക്കൾക്കൊപ്പം യുവതിയെ കണ്ടിട്ടുണ്ടെന്നും അതിനുശേഷം കണ്ടിട്ടില്ലെന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28-ന് സിദ്ദിഖിനെ കാണാൻ യുവനടി മസ്കോട്ട് ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഹോട്ടലിലെ സന്ദർശക രജിസ്റ്റർ. കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മാജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും FIR-ന്റെയും പകർപ്പാവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ പരാതിക്കാരിയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ആ സംഭവത്തിന് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറി ചെല്ലുന്നതും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ 8-9 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനൊരു സംഗതി തെളിയിക്കുക. അപ്പോൾ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ്. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ M. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും കേസുണ്ട്. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചുവെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെതിരെയും കേസ്. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. VK പ്രകാശ് വിളിച്ചുവരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി എന്നതാണ് പരാതി.
ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെ നെട്ടോട്ടം ഓടുകയാണ് നടന്മാർ. അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ച. നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്തു നിന്ന് ഉടൻ മടങ്ങേണ്ട എന്ന് യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ തീരുമാനം എടുക്കേണ്ടി വരികയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത്. അറസ്റ്റിനായി എതിരാളികൾ മുറവിളി കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്. മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖും. കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം. പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു. എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല. അമേരിക്കയിലുള്ള നടൻ ജയസൂര്യയാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ്. നാട്ടിൽ വന്ന് പുലിവാല് പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം. താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല. നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ഇടവേള ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി. കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട്. പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത്. സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല. അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം. ന്യൂസ് ഡെസ്ക് 24. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് ജഗദീഷും ഉർവശിയും എത്തിയേക്കും. സംഘടനയുടെ സ്ഥാപകാംഗങ്ങളാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന അഭിപ്രായവും ശക്തമായിട്ടുണ്ട്. അംഗങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് ആടിയുലഞ്ഞ അമ്മയ്ക്ക് പുതുജീവൻ നൽകാനാണ് മുതിർന്ന അഭിനേതാക്കളുടെ ശ്രമം. തുടക്കം മുതൽ സംഘടനയ്ക്കൊപ്പമുണ്ടായിരുന്നവരാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ചത്. ജഗദീഷിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഉർവശിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പരിഗണിക്കണമെന്നാണ് ആവശ്യം. പ്രധാന പദവികളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉൾപ്പെടെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിവർക്കു പുറമെ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള താരങ്ങളെയും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പൊതുവികാരം. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടരാജിയെ വിമർശിച്ച് പാർവതി തിരുവോത്ത് രംഗത്തെത്തി. The first thought that I had when I heard the news about this collective resignation was how cowardly of them to step away from a position where they are now accountable to speak to media. അതേസമയം നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്ന ആവശ്യം ഉർവശി നിരാകരിച്ചതായാണ് വിവരം. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. 24 കൊച്ചി. വഴി തടഞ്ഞെന്ന് ആരോപിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ കേസെടുക്കാതെയാണ് ഞൊടിയടിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ സർക്കാരിന്റെ നടപടി. അതിനിടെ തൃശൂരിൽ വിരിഞ്ഞത് താമരപ്പൂവല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് പരിഹസിച്ച് മുൻ MP TN പ്രതാപൻ രംഗത്തെത്തി. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ കയ്യേറ്റം വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, പരാതിയും സാക്ഷിമൊഴിയും. പക്ഷേ വഴി തടഞ്ഞുവെന്ന കേന്ദ്രമന്ത്രിയുടെ പരാതിയിൽ കാമ്പും കഴമ്പും നോക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സർക്കാർ കേസെടുത്തത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയതല്ലാതെ ഒരു നടപടിക്കും സംസ്ഥാന പോലീസ് തുനിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയനിൽ നിന്നടക്കം ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. രാജ്യചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത നടപടിയാണ് സുരേഷ് ഗോപിയുടേതെന്ന മുൻ MP TN പ്രതാപൻ. ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ചിലർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്ന്. തൃശ്ശൂരിൽ വിരിഞ്ഞ താമരയല്ല, തൃശ്ശൂരിൽ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. സംസ്ഥാനത്തെ പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ നടപടിയെ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരോടും മാന്യമായി പെരുമാറേണ്ട ഒരു ബാധ്യത ഏറ്റവും ചുരുങ്ങിയത് ആ നിലയിലെങ്കിലും ആ ഒരു അന്തസ്സ് കാണിക്കേണ്ടതല്ല. അത് കാണിച്ചിട്ടില്ല. മോശമായ പെരുമാറ്റം, ചീത്ത പറയുക, കയ്യേറ്റം ചെയ്യുക, എന്നിട്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ കേസിന് പോവുക, ഇതൊക്കെ എന്തായാലും അത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല.
എം മുകേഷ് MLA രാജിയെ ചൊല്ലി പാർട്ടിയും സുരേഷ് ഗോപിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 24 തൃശൂർ. കാഫർ വിവാദത്തിൽ ലതികയെ സംരക്ഷിക്കാൻ അന്വേഷണം മരവിപ്പിച്ച സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. മൊഴികളിൽ പറയുന്നവരെക്കുറിച്ച് അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും മൊഴികളിൽ പരാമർശിക്കുന്നവരെ ചോദ്യം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു. മുൻ MLA KK ലതിക, DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഹർജിക്കാരനായ MSF നേതാവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു. വ്യാജരേഖ ചമയ്ക്കൽ, മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. കോടതി നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി. അന്വേഷണം മികച്ച രീതിയിൽ പോകുന്നുവെന്നും സർക്കാർ നിലപാടെടുത്തു. കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേസ് സെപ്റ്റംബർ 6 മാറ്റി. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.